ഹലോ സ്റ്റുഡൻസ്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിലെ ജനറേഷൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആണ്. സോ നമുക്ക് 5 ജനറേഷനാണുള്ളത്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ ആൻഡ് ഫിഫ്ത്ത് ജനറേഷൻ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ജനറേഷൻ ആണ്. സോ ഫസ്റ്റ് ജനറേഷൻ മോർ പോപ്പുലർലി നോൺ ആസ് സെൽ ഫോൺസ് ആൻഡ് ദേ ആർ നോട്ട് ഏബിൾ ടു കവർ ലോങ് ഡിസ്റ്റൻസ് അല്ലേ. അതായത് ഫസ്റ്റ് ജനറേഷന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ സെക്കൻഡ് ജനറേഷനിൽ പോകുന്നത്. സോ സെക്കൻഡ് ജനറേഷനിൽ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, അതുകൊണ്ടാണ് തേർഡ് ജനറേഷൻ, അങ്ങനെ ഫോർത്ത്, ഫിഫ്ത്ത്. ഓക്കെ, അങ്ങനെയാണ് ജനറേഷൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ ഇതെങ്ങനെ അറിയപ്പെടുന്നു? സെൽ ഫോൺസ് അല്ലേ, മോർ പോപ്പുലർലി നോൺ ആസ് സെൽ ഫോൺസ് ആൻഡ് ദേ ആർ നോട്ട് ഏബിൾ ടു കവർ ലോങ് ഡിസ്റ്റൻസ്. ഇനി ഫസ്റ്റ് ജനറേഷൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? പുവർ വോയിസ് ക്ലാരിറ്റി, പിന്നെ പുവർ ബാറ്ററി ലൈഫ് ആൻഡ് ലാർജ് ഫോൺ സൈസ്. ഓക്കെ, സോ വി ഗോ ഫോർ സെക്കൻഡ് ജനറേഷൻ. സോ സെക്കൻഡ് ജനറേഷനിൽ നമ്മൾ പഠിച്ചായിരുന്നു സപ്പോർട്ട് ഡിജിറ്റൽ സെൽ ഫോൺസ് ആൻഡ് പേഴ്സണൽ അസിസ്റ്റൻസ്. ആൻഡ് ഇത് എന്തിനെ ബേസ് ചെയ്താണ്? GSM. എന്താണ് GSM? ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, വിച്ച് യൂസസ് a network of cell towers to send voice communications and data over the airways in digital form. അപ്പോൾ സെക്കൻഡ് ജനറേഷനിൽ എന്താ സപ്പോർട്ട് ചെയ്ത? ഡിജിറ്റൽ സെൽഫോൺസും പേഴ്സണൽ അസിസ്റ്റൻറ്റുമാണ്. ഡിജിറ്റൽ സെൽഫോൺസും പേഴ്സണൽ അസിസ്റ്റൻറ്റുമാണ് നമ്മൾ സെക്കൻഡ് ജനറേഷനിൽ യൂസ് ചെയ്ത ടെക്നോളജി. ഇത് എന്തിനെ ബേസ് ചെയ്താണ്? ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, ദറ്റ് ഈസ് GSM. ഓക്കെ, എന്താണ് GSM? വിച്ച് യൂസസ് എ നെറ്റ്വർക്ക് ഓഫ് സെൽ ടവേഴ്സ് അല്ലേ, സെൽ ടവേഴ്സ് യൂസ് ചെയ്തിട്ട് ടു സെൻഡ് വോയിസ് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡേറ്റ ഓവർ ദി എയർവേസ് ഇൻ ഡിജിറ്റൽ ഫോം. അതുപോലെ ഇത് എന്നാണ് ലോഞ്ച് ചെയ്തത്? 1991 സെക്കൻഡ് ജനറേഷൻ അല്ലെങ്കിൽ 2G ടെക്നോളജി നിലവിൽ വന്നത്. അപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ സെൽഫോൺ ആണ്. സോ ഫസ്റ്റ് ജനറേഷന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. വോയിസ് ക്ലാരിറ്റി പുവർ ആണ്, ബാറ്ററി ലൈഫ് പുവർ ആണ്, ഫോൺ സൈസ് ലാർജ് ആണ്. സോ അതുകൊണ്ട് സെക്കൻഡ് ജനറേഷൻ വന്നു. സോ സെക്കൻഡ് ജനറേഷൻ ഇറ്റ് സപ്പോർട്ട്സ് ഡിജിറ്റൽ സെൽഫോൺസ് ആൻഡ് പേഴ്സണൽ അസിസ്റ്റൻസ് ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ GSM അല്ലേ. സോ GSMനകത്ത് ടവേഴ്സ് യൂസ് ചെയ്തു. സോ ടവേഴ്സ് വെച്ച് എന്ത് ചെയ്യുന്നു? സെൻഡ് വോയിസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡേറ്റ ഓവർ ദി എയർബേസ്. ആൻഡ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1991. പിന്നെ നമ്മൾ പഠിച്ചായിരുന്നു 2G നെറ്റ്വർക്ക് യൂസസ് ഡിജിറ്റൽ സിഗ്നൽസ് അല്ലേ. 2G നെറ്റ്വർക്ക് ഡിജിറ്റൽ സിഗ്നൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ നമുക്കറിയാം ഫസ്റ്റ് ജനറേഷനിലായിരുന്നപ്പോൾ 2.4 kbps ആണെങ്കിൽ സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴത്തേക്കും ഡേറ്റ സ്പീഡ് 64 kbps ആയി. അതുപോലെ സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴത്തേക്കും ടെക്സ്റ്റ് മെസ്സേജ്, പിക്ചർ മെസ്സേജ്, MMS ഈ സർവീസസ് ഒക്കെ കിട്ടി. ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ബെറ്റർ വോയിസ് ക്ലാരിറ്റി. ഓക്കെ, വോയിസ് ക്ലാരിറ്റി കൂടി. അതായത് സെക്കൻഡ് ജനറേഷൻ വന്നപ്പോഴത്തേക്കും വോയിസ് ക്ലാരിറ്റി കുറച്ചും കൂടെ ബെറ്റർ ആയി. ഓക്കെ, ഇനി എന്താണ് ഡിസഡ്വാൻറ്റേജ്? ഇഫ് ദർ ഈസ് നോ നെറ്റ്വർക്ക് കവറേജ് ഇൻ എനി സ്പെസിഫിക് ഏരിയ, ഡിജിറ്റൽ സിഗ്നൽസ് വുഡ് വീക്ക്, അൺഏബിൾ ടു ഹാൻഡിൽ കോംപ്ലക്സ് ഡേറ്റ സച്ചസ് വീഡിയോ. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ സെക്കൻഡ് ജനറേഷനിലെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ ദർ ഇസ് നോ നെറ്റ്വർക്ക് കവറേജ്. നെറ്റ്വർക്ക് കവറേജ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു ഏരിയയിൽ നെറ്റ്വർക്ക് കവറേജ് ഏരിയ ഇല്ല എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഡിജിറ്റൽ സിഗ്നൽസ് എന്തായിരിക്കും? വുഡ് വീക്ക്. ഓക്കെ, വീക്ക് ആയിരിക്കും. അപ്പോൾ അതുവഴി നമുക്ക് നെറ്റ്വർക്ക് കവറേജ് കിട്ടാൻ ചാൻസ് കുറവാണ്. അതുപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, സച്ചസ് വീഡിയോ. അതൊന്നും അധികം സപ്പോർട്ട് ആവത്തില്ല. ഇതിനകത്ത് 2G അതായത് സെക്കൻഡ് ജനറേഷനകത്ത്. അപ്പോൾ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇഫ് ദർ ഇസ് നോ നെറ്റ്വർക്ക് കവറേജ് ഇൻ എനി സ്പെസിഫിക് ഏരിയ, ഡിജിറ്റൽ സിഗ്നൽസ് വുഡ് വീക്ക് ആൻഡ് അൺഏബിൾ ടു ഹാൻഡിൽ കോംപ്ലക്സ് ഡേറ്റ സച്ചസ് വീഡിയോ. അപ്പം നെറ്റ്വർക്ക് കവറേജ് ഇല്ലാന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ സിഗ്നൽസ് ആണ്. സോ ഡിജിറ്റൽ സിഗ്നൽസ് വുഡ് വീക്ക്. അതുപോലെ തന്നെ കോംപ്ലക്സ് ഡേറ്റ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല, എന്താ സച്ചസ് വീഡിയോ. ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് 2G നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഫസ്റ്റ് ജനറേഷനിൽ യൂസ് ചെയ്ത സെൽഫോൺസ് ആണെങ്കിൽ സെക്കൻഡ് ജനറേഷൻ ആയപ്പോഴത്തേക്കും ഡിജിറ്റൽ ഫോൺസ് ആൻഡ് പേഴ്സണൽ അസിസ്റ്റൻ്റ് ആയി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് തേർഡ് ജനറേഷൻ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫസ്റ്റ് ജനറേഷനും സെക്കൻഡ് ജനറേഷനും പഠിച്ചു. അതൊന്ന് ഓർമ്മപ്പെടുത്തിയതേ ഉള്ളൂ. നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് തേർഡ് ജനറേഷനാണ്. സോ 3G ടെക്നോളജി റെഫേഴ്സ് ടു തേർഡ് ജനറേഷൻ വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 2000. Okay, data transmission speed is 2 Mbps megabits per second. It offers integrated data and voice services over mobile network, typically called smartphones, providing faster communication, send or receive emails with attachment, high speed web access. ഇപ്പോൾ എന്തൊക്കെയാണ് തേർഡ് ജനറേഷനകത്ത് വന്നത്? 2000 ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ട്രാൻസ്മിഷൻ സ്പീഡ് KBPS നിന്നും MBPS അതായത് 2 Mbps. ഓക്കെ, ഇവിടെ എന്താണ്?
ഇൻ്റഗ്രേറ്റഡ് ഡേറ്റ ആൻഡ് വോയിസ്. ഓക്കെ, ഡേറ്റയും വോയിസും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത സർവീസസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തേർഡ് ജനറേഷൻ വന്നപ്പോഴത്തേക്കും എന്തായി, സ്മാർട്ട് ഫോൺസ് ആയി, ഫാസ്റ്റർ കമ്മ്യൂണിക്കേഷനായി, ഇമെയിൽസ് വിത്ത് അറ്റാച്ച്മെൻറ്റ്, നമുക്ക് ഇമെയിൽ അയക്കാൻ പറ്റി, വിത്ത് അറ്റാച്ച്മെൻറ്റ് നമുക്ക് അയക്കാൻ പറ്റി. അതുപോലെ ഹൈ സ്പീഡ് വെബ് ആക്സസ്, വെബൊക്കെ നമുക്ക് ഇൻ്റർനെറ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ഹൈ സ്പീഡായിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റി. അപ്പോൾ തേർഡ് ജനറേഷൻ 2000 വന്നു. അതിൻ്റെ ഡേറ്റ ട്രാൻസ്മിഷൻ സ്പീഡ് കൂടി 2 Mbps ആയിട്ട് മാറി. ഓക്കെ, മറ്റേത് കിലോ ബൈറ്റ്സ് പെർ സെക്കൻഡ് ആണെങ്കിൽ ഇത് മെഗാ ബൈറ്റ്സ് പെർ സെക്കൻഡ്. അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് വീഡിയോ കോൺഫറൻസിങ്, ഏബിൾ ടു സ്ട്രീം ലൈവ് വീഡിയോസ് ആൻഡ് മൊബൈൽ ടി വി. അപ്പോൾ തേർഡ് ജനറേഷൻ വന്നപ്പോഴത്തേക്കും വീഡിയോ കോൺഫറൻസിങ് വന്നു, ഏബിൾ ടു സ്ട്രീം ലൈവ് വീഡിയോസ് ആൻഡ് മൊബൈൽ ടി വി. ഓക്കെ, ലൈവ് വീഡിയോസും മൊബൈൽ ടി വി ഒക്കെ സ്ട്രീം ചെയ്യാൻ നമുക്ക് പറ്റി. പക്ഷേ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ എക്സ്പെൻസീവ് 3G ഫോൺസ് ആൻഡ് ലാർജ് സെൽ ഫോൺസ്. ഓക്കെ, അതായത് 3G ഫോൺ, ആ സമയത്തൊക്കെ 3G ഫോൺസ് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോണാണ്. അതാണ് നമുക്കൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അതുപോലെ വലിയ ഫോണാണ്, ലാർജ് സെൽ ഫോണാണ്, അതൊക്കെയാണ് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒരുപാട് അഡ്വാൻറ്റേജ്, ഹൈ സ്പീഡ് വെബ് ആക്സസ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം, വീഡിയോ കോൺഫറൻസിങ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയാം, ലൈവ് വീഡിയോസ് ആൻഡ് മൊബൈൽ ടി വി ഒരു അഡ്വാൻറ്റേജ് ആയിട്ട്, അങ്ങനെ കുറേ അഡ്വാൻറ്റേജസ് എന്തുണ്ട് 3Gയിലുണ്ട്. അതായത് 3G വന്നപ്പോഴത്തേക്കും സ്മാർട്ട് ഫോൺസ് ആയി, അപ്പോഴത്തേക്കും ഒരുപാട് അഡ്വാൻറ്റേജസ് വന്നു. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ സമയത്ത് ഫോൺസിനൊക്കെ എന്താണ് 3G ഫോണൊക്കെ ഉപയോഗിക്കണമെങ്കിൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു തേർഡ് ജനറേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ഫോർത്ത് ജനറേഷൻ ആണ്. 4G is an extension of the 3G technology with the more bandwidth and digital signal clarity. ഓക്കെ, 4Gയുടെ ഒരു എന്തിൻ്റെ എക്സ്റ്റൻഷനാണ്, 3G ടെക്നോളജിയുടെ ഒരു എക്സ്റ്റൻഷനാണ്. അതായത് കുറച്ചും കൂടെ ബാൻഡ് വിഡ്ത്തും ഡിജിറ്റൽ സിഗ്നൽ ക്ലാരിറ്റി ഒക്കെ കുറച്ചും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു 3G ടെക്നോളജിയുടെ ഒരു എക്സ്റ്റൻഷനായിരുന്നു 4G ടെക്നോളജി. ഓക്കെ, അതുപോലെ 2000 ഒക്കെ കഴിയുന്ന സമയത്താണ് 4G ടെക്നോളജി വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 100 Mbps to 1 Gbps വരെ. അപ്പോൾ സ്പീഡ് കൂടുകയാണ്, ഓരോ ജനറേഷൻ കഴിയുന്നതിനനുസരിച്ച് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഡേറ്റ ട്രാൻസ്മിഷൻ്റെ സ്പീഡ് എന്ത് ചെയ്തിരിക്കുകയാണ്, കൂടുകയാണ്. ഓക്കെ, ഇവിടെ എത്രയാണ്, 100 Mbps തൊട്ട് 1 Gbps വരെ അതിൻ്റെ സ്പീഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഫോർത്ത് ജനറേഷൻ എന്ന് പറയുന്നത് ഏതിൻ്റെ എക്സ്റ്റൻഷനാണ്, 3Gയുടെ എക്സ്റ്റൻഷനാണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്, കുറച്ചും കൂടെ ബാൻഡ് വിഡ്ത്ത്, മോർ ബാൻഡ് വിഡ്ത്ത് ആൻഡ് ഡിജിറ്റൽ സിഗ്നൽ ക്ലാരിറ്റി, കുറച്ചും കൂടെ സിഗ്നൽസിന് ക്ലാരിറ്റി ഉണ്ടായി, അതുപോലെ ബാൻഡ് വിഡ്ത്തും കുറച്ച് കൂടി. അതുപോലെ ഇത് 2000 അവസാനമൊക്കെ ആയപ്പോഴാണ് ഇത് നിലവിൽ വരുന്നത്. അതുപോലെ ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 100 Mbps to 1 Gbps വരെ ഇതിൻ്റെ സ്പീഡുണ്ട്. ഓക്കെ, it also provides additional facilities like high-speed mobile web access, high-definition mobile TV, gaming services, video conferencing, cloud computing, etc. ഓക്കെ, അപ്പോൾ എന്താണ്, ഒരുപാട് ഫെസിലിറ്റി, അതായത് 4G വന്നപ്പോഴത്തേക്കും ഹൈ സ്പീഡ് മൊബൈൽ വെബ് ആക്സസ് ആയി, ഹൈ ഡെഫിനിഷൻ മൊബൈൽ ടി വി ആയി, ഗെയിമിംഗ് സർവീസസ്, വീഡിയോ കോൺഫറൻസിങ്, ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ഇതെല്ലാം ടെക്നോളജി എല്ലാം ഏതിൽ വന്നു, നമ്മുടെ ഫോർത്ത് ജനറേഷൻ അല്ലെങ്കിൽ 4Gയിൽ വന്നു. ഓക്കെ, എനി ടൈം എനിവെയർ. ഓക്കെ, അപ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ആക്സസ് ചെയ്യാം, എനി ടൈം എനിവെയർ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നെറ്റ്വർക്കായിട്ട് മാറി. അപ്പോൾ അതാണ് 4G എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബാറ്ററി യൂസ് ഈസ് മോർ, അല്ലേ, നമ്മൾ ഇതൊക്കെ നെറ്റും ഒക്കെ നമ്മൾ ബ്രൗസൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻ്റർനെറ്റൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാറ്ററി യൂസ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്, അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ 4Gക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇറ്റ് പ്രൊവൈഡ്സ് അഡീഷണൽ ഫെസിലിറ്റീസ് ലൈക്ക് ഹൈ സ്പീഡ് മൊബൈൽ വെബ് ആക്സസ്, ഹൈ ഡെഫിനിഷൻ മൊബൈൽ ടി വി, ഗെയിമിംഗ് സർവീസസ്, വീഡിയോ കോൺഫറൻസിങ് ആൻഡ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബാറ്ററി യൂസ് ഈസ് മോർ. ഓക്കെ, ബാറ്ററിയുടെ യൂസ് കുറച്ച് കൂടുതലാണ്. എവിടെയാണ്, ഫോർത്ത് ജനറേഷൻ അല്ലെങ്കിൽ 4Gയിൽ കുറച്ചും കൂടെ കൂടുതലാണ്, ബാറ്ററി യൂസ് കുറച്ചും കൂടെ കൂടുതലാണ്. അടുത്ത നമുക്ക് ഫിഫ്ത്ത് ജനറേഷനാണ്, 5G ആണ്. ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് സെല്ലുലാർ ടെക്നോളജി എഞ്ചിനീയർഡ് ടു ഗ്രേറ്റ്ലി ഇൻക്രീസ് ദ സ്പീഡ് ആൻഡ് റെസ്പോൺസീവ്നെസ് ഓഫ് വയർലെസ് നെറ്റ്വർക്ക്, അല്ലേ, കുറച്ചും കൂടെ സ്പീഡ്. ഓക്കെ, ഇപ്പോൾ ഉള്ളതിലും അതായത് 4Gയെക്കാളിലും കുറച്ചും കൂടെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെല്ലുലാർ അല്ലെങ്കിൽ ഒരു ലേറ്റസ്റ്റ് സെല്ലുലാർ ടെക്നോളജിയാണ് 5G എന്ന് പറയുന്നത്. 5G will also enable an increase in the amount of data transmitted over wireless system due to more available bandwidth and advanced antenna technology. ഓക്കെ, അപ്പോൾ എന്താണ്, ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് കുറച്ചും കൂടെ കൂടി. ഓക്കെ, അതായത് നമ്മുടെ 4G എന്ന് പറയുന്നത് 100 Mbps to 1 Gbps ആണെങ്കിൽ ഇവിടെ എന്തായി മാറി, ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അപ് ടു 20 Gbps ആയിട്ട് മാറി. ഓക്കെ, 5G നെറ്റ്വർക്ക് വിൽ ബി കേപ്പബിൾ ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഡേറ്റ അറ്റ് അപ് ടു 20 Gbps. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ചും കൂടെ എന്ത് ചെയ്തു, നമ്മുടെ
വയർലെസ് നെറ്റ്വർക്കിൻ്റെ സ്പീഡും റെസ്പോൺസീവ്നെസ്സും ഒക്കെ കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. 4Gയെക്കാട്ടിലും കുറച്ചും കൂടെ ഇൻക്രീസ് ചെയ്തു. അതാണ് 5G എന്ന് പറയുന്നത്. അതിൻ്റെ അവൈലബിൾ ബാൻഡ് വിഡ്ത്ത് കൂട്ടി. ഓക്കെ, അഡ്വാൻസ്ഡ് ആൻറ്റിന ടെക്നോളജീസ് ഇതൊക്കെ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഹൈ സ്പീഡ് ഡേറ്റ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റി. ദാറ്റ് ഈസ് അപ് ടു 20 Gbps വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, ട്രാൻസ്മിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ദിവസം നമുക്ക് മൊഡ്യൂൾ 5 സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.